അങ്ങനെ തന്നെ കരുതേണ്ടി വരും തന്നെ. എന്തായാലും ഇപ്പോൾ കോൺഗ്രസും RJDയും ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് മുസാഫർപൂർ അതുപോലെ ബഗൽപൂർ അടക്കമുള്ള സ്ഥലങ്ങളിലെ സ്ട്രോങ് റൂമുകളിൽ കൃത്യമായിട്ട് CCTV വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ CCTVകൾ ഓഫായി കിടക്കുന്നു എന്നുള്ളതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടുകൊള്ള ആരോപണമുണ്ട്, SIR അടക്കമുള്ള ആരോപണങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ മറ്റു സംസ്ഥാനങ്ങളിലെ വോട്ടുകൊള്ള ആരോപണമുണ്ട്. ഈ വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൃത്യമായിട്ട് വലിയ തോതിൽ തന്നെ ബീഹാറിലെ ഈ വിഷയങ്ങളൊക്കെയും ചർച്ചയായിട്ടുണ്ട്. അതിന്റെ ഒരു അലയൊലി എന്ന വണ്ണമാണ് ഇപ്പോൾ ബീഹാറിലും ആവർത്തിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മറ്റു സംസ്ഥാനങ്ങളിലെ BJP നേതാക്കളും BJP പ്രവർത്തകരും ഇവിടെ എത്തി വോട്ടുകൾ ചെയ്യുന്നു എന്നുള്ള ആരോപണമൊക്കെ അതിന്റെ രേഖകളും ദൃശ്യങ്ങളും അടക്കം പുറത്തുവിട്ട് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒക്കെയും ആരോപിച്ചിരുന്നു. ഏറ്റവും ഒടുവിലായിട്ട് ഇന്നാണ് ഇപ്പോൾ ഈ ബഗൽപൂരിലെ അതോടൊപ്പം തന്നെ മുസാഫർപൂർ അടക്കമുള്ള ചില സ്ഥലങ്ങളിലെ 38 ജില്ലകളാണ് ബീഹാറിലുള്ളത്. ഇവിടെയുള്ള ചില ജില്ലകളിലെ സ്ട്രോങ് റൂമുകളിലെ CCTV ദൃശ്യങ്ങൾ പ്രവർത്തനരഹിതമല്ലാത്തതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. തേജസ്വി യാദവ് ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് അമിത്ഷായുടെ നേതൃത്വത്തിൽ വോട്ട് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമമെന്നാണ്. ഇപ്പോൾ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു അലോലിയാണ് ഇപ്പോൾ ബീഹാറിലും കാണുന്നത്. അതായത് ബീഹാറിലെ ചില മേഖലകൾ ഇപ്പോൾ കാണുന്നത് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. സമാനമായി തന്നെ മറ്റു ചില ആരോപണങ്ങളും ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചില നേതാക്കൾ ഈ BJPയുടെ ഒക്കെയും ചില നേതാക്കൾ മറ്റു സംസ്ഥാനങ്ങൾ ബീഹാർ അതോടൊപ്പം തന്നെ ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയ BJPയുടെ ചില നേതാക്കൾ ബീഹാറിലും എത്തി വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആരോപണം, പ്രധാനപ്പെട്ട ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ എന്തായാലും കൃത്യമായിട്ട് ജനങ്ങൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. പക്ഷേ ഇന്നലെയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വന്ന ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ അതൊക്കെയും BJPക്കാണ് മുൻതൂക്കം നൽകുന്നത്, അല്ലെങ്കിൽ NDA മുന്നണിക്കാണ് മുൻതൂക്കം നൽകുന്നത്. സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് ഇനി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. നമുക്കറിയാം ഈ ബീഹാറിലെ എക്സിറ്റ് പോളുകളൊക്കെയും 2020 2015 നോക്കുകയാണെങ്കിൽ അത് 50% മാത്രമേ ശരിയായിട്ടുള്ളൂ. 50 മുതൽ 55% മാത്രമേ ബീഹാറിലെ ഈ എക്സിറ്റ് പോളുകൾ ശരിയായിട്ടുള്ളൂ. അപ്പോൾ ഈ വോട്ടർമാർ പറയുന്ന കാര്യം അപ്പാടെ അത് വിശ്വസിക്കണം, അല്ലെങ്കിൽ അവർ വോട്ട് ചെയ്തതിന് അനുസൃതമായിട്ടാണോ ഈ സർവേ നടത്തിയവരോട് പറഞ്ഞത് എന്നുള്ളതിൽ ചില സംശയങ്ങൾ പല രീതിയിലും നിലനിൽക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ചില ഉദാഹരണം എന്ന് പറയുന്നത് 2020 2015 എക്സിറ്റ് പോളുമായിരുന്നു. 2015 2020 ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരില്ല, അല്ലെങ്കിൽ മഹാസഖ്യം പിന്നോട്ട് പോകും, വലിയ രീതിയിൽ പിന്നോട്ട് പോകുമെന്നൊക്കെയും ആരോപിച്ചുള്ള എക്സിറ്റ് പോളുകൾ വന്നെങ്കിൽ പോലും മറിച്ച്